ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ട് നമ്മുടെ കണ്ണിലെ ഉള്ള ഒരു പ്രഷറിൻ്റെ അളവ്. നമ്മൾ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന പോലെ കണ്ണിലെ പ്രഷർ ഉണ്ടാകുമ്പോൾ, കണ്ണിലെ ഒരു നോർമൽ പ്രഷർ, കണ്ണിൻ്റെ നോർമൽ പ്രഷർ ഏകദേശം ഒരു 15 മില്ലിമീറ്റർ മുതൽ 20 മില്ലിമീറ്റർ ആണ്. ഈ അളവ് കൂടുമ്പോൾ ഗ്ലോക്കോമ എന്നും പറയും. കണ്ണിലെ പ്രഷർ കൂടുമ്പോൾ പറഞ്ഞ പോലെ ഗ്ലോക്കോമ എന്ന് പറയും. ഗ്ലോക്കോമ അതിൽ സാധാരണമായിട്ട് നമ്മൾ പറയുന്നെങ്കിൽ 2 വിധ ഗ്ലോക്കോമ. ഒന്ന് വന്നിട്ട് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, മറ്റത് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ. ഈ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഈ കാഴ്ചപ്പൊട്ടലും കണ്ണിന് കൃഷ്ണമണി നടുവിലുള്ള ഒരു ഗ്യാപ്പ്, അതാണ് ആംഗിൾ, കോണം. സാധാരണമായിട്ട് ഒരു 40-45 ഡിഗ്രി ആവശ്യമാണ്. പക്ഷെ ഇതിൻ്റെ അളവ് കുറയുമ്പോൾ നാരോ ആംഗിൾ ഇല്ലെങ്കിൽ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയും. അപ്പോൾ അത് ആംഗിൾ ഏകദേശം 20 ഡിഗ്രി ആയിരിക്കും, ഇല്ലെങ്കിൽ 25 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ആംഗിൾ കുറയുമ്പോൾ കണ്ണിൻ്റെ അകത്ത്, കണ്ണിൻ്റെ ഉള്ളിലെ എക്വേസ് പറഞ്ഞിട്ട് ഒരു എക്വേസ് പറഞ്ഞ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇതിൻ്റെ സർക്കുലേഷൻ തടസ്സം വരുമ്പോൾ കണ്ണിൻ്റെ പ്രഷർ കൂടുന്നതാണ്. അപ്പോൾ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആകുമ്പോൾ ഇതിൻ്റെ അളവ് ആംഗിൾ, അതാണ് ആ കോണത്തിൻ്റെ ആംഗിൾ ഏകദേശം 45 ആയിരിക്കും. പക്ഷെ ആംഗിൾ ഉള്ളിലെ, അതാണ് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ജനിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ കാലക്രമേണ ഇങ്ങനെ വയസ്സ് കൂടുമ്പോൾ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് കണ്ണിലെ പ്രഷർ, ഈ സർക്കുലേഷൻ, എക്വേസ് സർക്കുലേഷൻ തടസ്സം വരുമ്പോൾ ഒരു പ്രഷർ കൂടുന്നതാണ്. അതാണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ പറഞ്ഞ പോലെ ആംഗിൾ കുറയുമ്പോൾ കണ്ണിൻ്റെ പ്രഷർ കൂടുമ്പോഴാണ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങൾ എന്താ പറഞ്ഞാൽ, നമ്മൾ സാധാരണമായിട്ട് ഒരു 30-40 വയസ്സാകുമ്പോഴാണ് ഈ കൂടുതലായിട്ട് ഈ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, പൊതുവെ ഗ്ലോക്കോമ ബാധിക്കുന്ന ആ വയസ്സാകുമ്പോഴാണ്. കണ്ണിനുള്ളിലെ വയസ്സ് കൊണ്ട് വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ഗ്ലോക്കോമ, കണ്ണിൻ്റെ പ്രഷർ കൂടുന്നതാണ്. അപ്പോൾ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആകുമ്പോൾ ഇങ്ങനത്തെ രോഗികൾ സാധാരണമായിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ, വൈകുന്നേരം ആകുമ്പോൾ, ഇല്ലെങ്കിൽ കുറേ വായിക്കുമ്പോൾ, ഇല്ലെങ്കിൽ കുറേ അടുത്ത കാഴ്ച ഉപയോഗിക്കുമ്പോൾ, ചിലപ്പോൾ കമ്പ്യൂട്ടർ മുമ്പിലെയോ ഇല്ലെങ്കിൽ മൊബൈലോ ലാപ്ടോപ്പോ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു തലവേദന തുടങ്ങും, ഇല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണിലെ വേദന തുടങ്ങും. കണ്ണിലെ വേദന വൈകുന്നേരം ആകുമ്പോൾ അത് കൂടുതലേ വരുന്നതാണ്. സോ അങ്ങനത്തെ രോഗികൾ ഏകദേശം ഒരു 10-30-40 വയസ്സാകുമ്പോൾ അങ്ങനത്തെ ലക്ഷണം കണ്ടു വന്നാൽ ഡോക്ടർ കണ്ടെത്തി കണ്ണിൻ്റെ പ്രഷർ നോക്കുന്നത് വളരെ സൂക്തമാണ്. അത് ചെയ്താൽ കണ്ണിൻ്റെ പ്രഷർ കണ്ടുപിടിച്ചാൽ, കണ്ണിൻ്റെ പ്രഷറിൻ്റെ അളവ് കണ്ടുപിടിച്ചാൽ ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കുക. ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ ആകുമ്പോൾ അതേപോലെ ഈ ആംഗിൾ, ഈ കോണ പറഞ്ഞ പോലെ 20 ഡിഗ്രി 25 ഡിഗ്രി ഇരിക്കുമ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കൂടുതൽ വായിക്കുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിൻ്റെ ആ ദ്വാരം ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി വികസിക്കും. മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ കൃഷ്ണമണിൻ്റെ ദ്വാരം വികസിക്കുമ്പോൾ ആംഗിൾ, ആ കോണം, ആ ഗ്യാപ്പ് വീണ്ടും കുറയുമ്പോൾ സർക്കുലേഷൻ, എക്വേസ് സൊല്യൂഷൻ്റെ, ആ എക്വേസ് ദ്രവ്യത്തിൻ്റെ സർക്കുലേഷൻ തടസ്സം വരുമ്പോൾ വീണ്ടും കണ്ണിൻ്റെ പ്രഷർ കൂടും. അത് ചിലപ്പോൾ കുറേ സമയം രാത്രി നേരം 10-12 മണിയാകുമ്പോൾ കുറേ വായിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി വികസിക്കുമ്പോൾ, അതിൻ്റെ ദ്വാര കുറച്ചുകൂടെ വികസിക്കുമ്പോൾ കണ്ണിൻ്റെ ആംഗിൾ വീണ്ടും കുറയുമ്പോൾ പെട്ടെന്ന് കണ്ണിൻ്റെ പ്രഷർ കൂടുമ്പോൾ കണ്ണ് വേദന വരും, കാഴ്ച ബാധിക്കും. അതാണ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞത്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ കണ്ടുപിടിച്ചാൽ അങ്ങനത്തെ കണ്ണ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില നിർദ്ദിഷ്ടമായിട്ടുള്ള തുള്ളിമരുന്നുകൾ ഉണ്ടായിട്ട്, ഗ്ലോക്കോമക്ക് എതിരായിട്ടുള്ള ഗ്ലോക്കോമ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുള്ളിമരുന്നുകൾ ഉണ്ടായിരിക്കും. അതിൽ ചില തുള്ളിമരുന്നുകൾ ഓരോ തവണ മാത്രം ഒഴിച്ചാൽ മതിയായിരിക്കും. ചില തുള്ളിമരുന്നുകൾ 2 തവണ ഒഴിക്കാൻ വേണ്ടി വരും. അതാണ് ഒരു തുള്ളിമരുന്നിൻ്റെ ആ മരുന്നിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ 2-3 കെമിക്കൽസ് അതിനുള്ളിൽ കളഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനത്തെ തുള്ളിമരുന്നുകൾ ചിലപ്പോൾ ഒരു തവണ മാത്രം ഒഴിച്ചാൽ മതിയായിരിക്കും, ചിലപ്പോൾ 2 തവണ ഒഴിക്കാൻ വേണ്ടി വരും. ചിലപ്പോൾ രാവിലെ 8 മണി ആയാൽ രാത്രി 8 മണി 2 തവണ ആകുമ്പോൾ, രാത്രി മാത്രം ആകുമ്പോൾ ചിലപ്പോൾ രാത്രി 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ മാത്രം ഒഴിച്ചാൽ മതിയായിരിക്കും. സാധാരണമായിട്ട് ഓരോ തുള്ളി മാത്രം ഈ തുള്ളിമരുന്ന് നേരെ കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ പോകുന്ന മാതിരി ഒഴിക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകമായിട്ട് ഈ ഗ്ലോക്കോമക്ക് ആവശ്യമുള്ള, കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ള തുള്ളിമരുന്നുകൾ സാധാരണമായിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ, അതാണ് നമ്മൾ സാധാരണമായിട്ട് നമ്മൾ തുള്ളിമരുന്ന് ഒഴിക്കുമ്പോൾ
ആ തുള്ളിമണ്ണും തൊണ്ടക്കുള്ളിൽ കയറിയിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ പോകുന്നതാണ്. പക്ഷെ ഈ തുള്ളിമണ്ണുകൾ അതിൻ്റെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ഹാർട്ടോ ലങ്സോ ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തുള്ളിമൺ ഒഴിച്ച് കഴിഞ്ഞാൽ ആ പീലസഞ്ചി, നമ്മൾ കണ്ണിൻ്റെ ഉൾഭാഗത്തുള്ള പീലസഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ആ സാധനമുണ്ട്. സാധാരണ നമ്മൾ കണ്ണിൻ്റെ കണ്ണീര് വന്നിട്ട് ആ പീലസഞ്ചിക്കുള്ളിൽ പോയി മൂക്കിൻ്റെ ഉള്ളിൽ പോയി തൊണ്ടയ്ക്കുള്ളിൽ കയറേണ്ടതാണ്. അപ്പോൾ ഈ തുള്ളിമരുന്ന്, ഈ ഗ്ലോക്കോമയ്ക്ക് ആവശ്യമുള്ള തുള്ളിമരുന്ന് നമ്മൾ ഒഴിക്കുമ്പോഴേ ആ തുള്ളിമരുന്ന് തൊണ്ടയ്ക്കുള്ളിൽ കയറാതിരിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ ഈ തുള്ളിമരുന്ന് ഒരു തുള്ളി ഒഴിച്ചിട്ട് ഉൾഭാഗത്തിൽ, കണ്ണിൻ്റെ ഉൾഭാഗത്തിൽ പീലസഞ്ചിൻ്റെ അടുത്ത് നമ്മൾ കണ്ണിൻ്റെ അടുത്ത് കുറച്ച് നെക്കി പിടിക്കേണ്ടതാണ്. നെക്കി പിടിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഉൾഭാഗത്തിൽ 1 മിനിറ്റ് ഇങ്ങനെ നെക്കി പിടിച്ചിട്ട് കണ്ണ് അടിച്ചു വെച്ചിട്ട് നെക്കി പിടിക്കണം. നെക്കി പിടിച്ചാൽ ആ തുള്ളിമരുന്ന് തൊണ്ടയ്ക്കുള്ളിൽ കയറാതിരിക്കുന്നത് നല്ലതാണ്. ഇതാണ് നമ്മുടെ പ്രഷറിൻ്റെ, കണ്ണിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന തുള്ളിമരുന്നുകൾ നമ്മൾ പറയുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലോസ്ഡ് ആംഗിൾ അല്ലെങ്കിൽ നാരോ ആംഗിൾ ഗ്ലോക്കോമ കണ്ടെത്തിയാൽ നമ്മൾ അങ്ങനെ അതിൻ്റെ ആംഗിളിൻ്റെ അളവ് നമ്മൾ കണ്ടെത്താൻ അതിൻ്റെ ആവശ്യമുള്ള മിറേഴ്സ് ഉണ്ടാവും, ഒരു ലെൻസ് കൊണ്ടുണ്ട്. ആ ലെൻസ് കണ്ണിന് മേലെ വെച്ചിട്ട്, കണ്ണിൻ്റെ കൃഷ്ണമണി മേലെ, കണ്ണിൻ്റെ കാഴ്ചപ്പട്ടിന് മേലെ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ അളവ് നമ്മൾ നോക്കും. സപ്പോസ് അങ്ങനെ അതിൻ്റെ ഗ്രേഡിങ് ഉണ്ടാകും, ഗ്രേഡ് 1, 2, 3, 4 അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആംഗിൾ കുറവുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ ചെയ്യും, ഒരു ലേസർ, യാഗ് ലേസർ, ഐറിഡോക്ടമി പറഞ്ഞ ഒരു ലേസർ, യാഗ് ലേസർ അടിച്ചിട്ട് ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ദ്വാരം ഉണ്ടാക്കും. ആ ദ്വാരം ഉണ്ടാക്കിയാൽ ഈ സർക്കുലേഷൻ, എക്വസ് സർക്കുലേഷൻ തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദ്വാരം ഉണ്ടാക്കണം. അങ്ങനെ ചെയ്താൽ കണ്ണിൻ്റെ പ്രഷർ ഭാവിയിൽ കൂടൂല, കൺട്രോളിലേക്ക് വരും. ചിലപ്പോൾ ഒരു ദ്വാരം മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരിക്കും, ചിലപ്പോൾ രണ്ട് ദ്വാരങ്ങൾ ആവശ്യമുണ്ടായിരിക്കും. അത് നമ്മൾ അത് കഴിഞ്ഞിട്ടോ നമ്മൾ ചിലപ്പോൾ 2-3 മാസം അറ്റ്ലീസ്റ്റ് ഒരു കുറഞ്ഞ പക്ഷം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം കണ്ണിൻ്റെ പ്രഷർ നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ ഈവൻ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ കൺട്രോൾ ചെയ്യാനുള്ള തുള്ളിമരുന്ന് നമ്മൾ ഒഴിച്ചാലും കുറഞ്ഞത് ഓരോരോ മാസത്തേക്ക്, ആദ്യത്തെ ഒരു 3 മാസം ഓരോരോ മാസം നമ്മൾ കണ്ണിൻ്റെ പ്രഷർ നോക്കിയിട്ട് ഒരു തുള്ളിമരുന്ന് മതിയാവോ അല്ല രണ്ടാമത്തെ തുള്ളിമരുന്ന് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് ആവശ്യമുള്ള തുള്ളിമരുന്നുകൾ നമ്മുടെ രോഗികൾക്ക് നമ്മൾ നിർദ്ദേശം തരേണ്ടതാണ്.